CMRL എക്സാലോജിക് കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട MR അജയനാണ് തടസ്സ ഹർജി നൽകിയത്. ED അന്വേഷണത്തിനെതിരെ CMRL അപ്പീൽ നൽകിയാൽ തന്റെ വാദവും കേൾക്കണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി D ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, എന്തിനാണ് ഇങ്ങനെയൊരു തടസ്സ ഹർജി? അതുല്യ, രണ്ടാവശ്യങ്ങളാണ് CMRL ഹൈക്കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നത് ഹർജിയായി. ഒന്ന്, ED നൽകിയിരിക്കുന്ന സമൻസ് റദ്ദാക്കുക. രണ്ടാമത്തത് ECIR റദ്ദാക്കുക. പ്രാഥമിക വിവര റിപ്പോർട്ടാണ്, അത് റദ്ദാക്കുക എന്നുള്ള ആവശ്യമായിരുന്നു. അത് എക്സാലോജിക്കും EDയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ അന്വേഷണവുമായി ED മുന്നോട്ട് പോയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ CMRLന് ഒരു അനുകൂലമായ വിധി ആയിരുന്നില്ല കിട്ടിയത്. CMRL നൽകിയിരുന്ന ഹർജി തള്ളിക്കളയായിരുന്നു ചെയ്തത്. പകരം സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ ഹർജിയുമായി പോകാനായി 2 ആഴ്ച അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം പോലും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ CMRL സുപ്രീം കോടതിയെ സമീപിക്കാനും ഏകപക്ഷീയമായ വിധി നേടിയെടുക്കാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് ഹർജിക്കാരനായ മാധ്യമപ്രവർത്തകൻ MR അജയൻ ഇപ്പോൾ തടസ്സവാദ ഹർജി നൽകിയിരിക്കുന്നത്. MR അജയന്റെ വളരെ സുപ്രധാനപ്പെട്ട ഒരു ഹർജി കേരള ഹൈക്കോടതിയിലുണ്ട്. ഈ വിഷയങ്ങളെല്ലാം CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളതാണ്. എക്സാലോജിക്കും CMRL തമ്മിലുള്ളൊരു ബന്ധം. ഇതുകൂടാതെ മാസപ്പടി വാങ്ങിയ മറ്റ് നേതാക്കന്മാരുണ്ട്, നിലവിൽ മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നവർ തന്നെയുണ്ട്. ഇതെല്ലാം വിശാലമായ ഒരു CBI അന്വേഷണം തന്നെയാണ് MR അജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ED അന്വേഷണം വന്നത്. ഇത് തടയാൻ CMRL ശ്രമിച്ചു, അത് നടന്നില്ല. ഇതേ തുടർന്നാണ് ഈ സുപ്രീം കോടതിയിൽ CMRL ഏകപക്ഷീയമായി വിധി നേടിയെടുക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ MR അജയന്റെ ഭാഗത്തുനിന്ന് തടസ്സവാദ ഹർജി നൽകിയിരിക്കുന്നത്.